ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ബയോളജിയിലെ മലയാളം മീഡിയത്തിൻ്റെ ആദ്യ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ജീൻ എന്നുള്ള കാര്യമാണ്. DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. അതായത് കുറേ DNA ചേർന്നിട്ടുള്ള ഒരു ശ്രേണിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. അതായത് നമ്മളൊരു ദേഷ്യക്കാരനാണെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ ജീനാണ്. ആ ജീൻ എങ്ങനെയാണ് ഉണ്ടാക്കുക? നമ്മുടെ സ്വഭാവത്തിനെ കേന്ദ്രീകരിക്കുന്നത്. ജീന് ദേഷ്യത്തിൻ്റെ പ്രോട്ടീൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദേഷ്യക്കാരനാകും. അപ്പം അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ നമ്മുടെ കുറ്റാണോ നമ്മുടെ സ്വഭാവം? നമ്മുടെ ജീനാണ് ഇതിനെല്ലാം കാരണം അല്ലേ. നമ്മൾ ആദ്യം ക്രോമസോം എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ടാവും. സെൻട്രോമിയർ വഴി കണക്ട് ചെയ്തുള്ള 2 ക്രൊമാറ്റിഡുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളതിൽ DNA സ്ട്രക്ചർ നോക്കി. ഇവിടെ ഒരു ജീൻ 1 ഉണ്ട്, ഇവിടെ ജീൻ 2 ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് നമ്മളിതിൽ കാണുന്നുണ്ട്. ആ സ്ട്രക്ചറിൻ്റെ രീതിയും കുറച്ചുകൂടിയും. ഇവിടെ ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, പഞ്ചസാര തന്മാത്ര, ഇവിടെ ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, ഫോസ്ഫേറ്റ് തന്മാത്രയുണ്ട്. പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡും ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡും റൈബോസ് ന്യൂക്ലിക് ആസിഡാണ്. 2 ഉണ്ട് കേട്ടോ. നമ്മളെന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് RNA എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണിത്. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ന്യൂക്ലിയോടൈഡ് എന്തായിരുന്നു? ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം. അഡിനിൻ തൈമിൻ എന്നുള്ളതിന് പകരം അഡിനിൻ ഗ്വാനിൻ യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിനാണ് DNA-യിൽ കാണപ്പെട്ടിരുന്നതെങ്കിൽ അഡിനിൻ യുറാസിൽ ഗ്വാനിൻ സൈറ്റോസിൻ ഇതാണ് നമുക്കൊരു RNA-യിൽ കാണപ്പെടുന്നത്. മിക്ക RNA-കളും ഒരു ഇഴയാണുള്ളത്. കാരണം നമ്മൾ DNA വരച്ച സമയത്ത് ഇങ്ങനെ വരച്ചിരുന്നു, 2 ഇഴകൾ വരച്ചിരുന്നു. പക്ഷേ RNA ഒറ്റ ഇഴയാണ് ഉള്ളത്. RNA-യുടെ ഘടന മനസ്സിലാക്കിയല്ലോ. ഇതിനെ DNA-യുടെ ഘടനയുമായിട്ട് താരതമ്യം ചെയ്യാനാണ് ഇവിടെ തന്നിട്ടുള്ള ആക്ടിവിറ്റി. നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇവിടെ എന്താണ്? ഇഴകളുടെ എണ്ണം DNA-യിൽ 2ആണ്, RNA-യിലോ 1 എണ്ണമാണ്. പഞ്ചസാര തന്മാത്രയുടെ തരം എങ്ങനെയാണ്? ഇത് ഡിയോക്സി റൈബോസ് ആണെങ്കിൽ ഇത് റൈബോസ് ആണ്. ഇതാണ് വ്യത്യാസം. മലയാളത്തിൽ എഴുതാട്ടോ, ഞാൻ സ്ഥലം കുറച്ചുള്ളതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എഴുതിയത്. നൈട്രജൻ ബേസുകൾ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആണെങ്കിൽ അഡിനിൻ യുറാസിൽ ഗ്വാനിൻ സൈറ്റോസിനാണ് RNA-യിൽ കാണപ്പെടുന്നത്. ഇനി പ്രോട്ടീൻ നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജീനുകളുടെ പ്രവർത്തന ഫലമായാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചിത്രീകരണമാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ രണ്ട് സ്റ്റെപ്പുകളാണ്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, 2 ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ നമുക്കൊരു DNA ഉണ്ട്, നമ്മളൊരു DNA കാണുന്നുണ്ട് അല്ലേ. ആ DNA-യിൽ നിന്ന് ഒരു mRNA, മെസ്സഞ്ചർ RNA എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ വരും. മെസ്സഞ്ചർ RNA ആണത് കേട്ടോ. ആ മെസ്സഞ്ചർ RNA ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോകും. ഒരു റൈബോസോം എന്നുള്ളൊരു സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ ന്യൂക്ലിയസിനകത്ത്, നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. ഈ റൈബോസോമിനകത്തേക്ക് അമിനോ ആസിഡുകളെ, റൈബോസോമിൻ്റെ ഫംഗ്ഷൻ തന്നെ പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് റൈബോസോമിൻ്റെ ഫംഗ്ഷൻ. ഒരു tRNA കാണും, ട്രാൻസ്ഫർ RNA. ഈ വരുന്ന ഈ കുരിശു പോലത്തെ കാര്യമാണ് tRNA പറയുന്നത്. ഈ tRNA എന്ത് ചെയ്യും? ഇവിടെ കാണാം, ഇവിടെ ഇങ്ങനെ ബ്രഷ് പോലത്തെ ഒരു സാധനം കാണുന്നുണ്ടല്ലോ, അതാണ് RNA കേട്ടോ, ട്രാൻസ്ഫർ RNA. ഇതിനെ ഇവിടെ റൈബോസോമിൽ കൊണ്ടുവന്ന് വെക്കും. ഇവിടെ വെച്ച് ഈ mRNA എന്ത് ചെയ്യും? ഇങ്ങനെ പെയർ ചെയ്യും. അവർ പെയർ ചെയ്ത് പോകും. അങ്ങനെയാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. പ്രോട്ടീൻ്റെ ഘടകം എന്താണ്? അമിനോ ആസിഡാണ്. ഒരുപാട് അമിനോ ആസിഡുകൾ കൂടി ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ അമിനോ ആസിഡിനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അമിനോ ആസിഡുകൾ എന്ത് ചെയ്യും? ഇവിടെ പെയർ ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാവും. അതായത് ഇവിടെ പെയർ ചെയ്ത് പോകുന്ന സമയത്ത്
ഈ മുകളിൽ വരുന്ന അമിനോ ആസിഡുകൾ കണക്ട് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്നു. അതായത് ഒരു DNA ഉണ്ടാവും, ആ DNA-യിൽ നിന്ന് mRNA പുറത്തു വരും. അതെങ്ങനെയാണ്? വ്യത്യസ്ത എൻസൈമുകളുടെ സഹായത്തോടെയാണ്. mRNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കും. ഇവിടെയാണ് പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള നിർദ്ദേശം ഉണ്ടാവുക. ഇനി അടുത്ത പ്രോസസ്സ് ട്രാൻസ്ലേഷനാണ്. ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNA ന്യൂക്ലിയസിൽ നിന്ന് എന്ത് ചെയ്യും? അതായത് ഇതൊരു സെല്ലാണെങ്കിൽ ഇവിടെ ന്യൂക്ലിയസ് കാണും, ഇവിടെ റൈബോസോം കാണും. ആ റൈബോസോമിലേക്ക് ന്യൂക്ലിയസിൽ നിന്ന് mRNA വരും. ഈ mRNA ന്യൂക്ലിയസിൽ നിന്ന് റൈബോസോമിലെത്തിയാൽ ആ സമയത്ത് mRNA പറയും tRNA-നോട്, tRNA-കളെ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലെത്തിക്കുന്നു. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് mRNA വരും, ഇവിടെ നിന്നിട്ട് അനൗൺസ് ചെയ്യും tRNA ഇവിടെ. എല്ലാ tRNA പെട്ടെന്ന് അസംബിൾ ചെയ്യേണ്ടതാണ് റൈബോസോമിൽ എന്ന് പറയും. അപ്പോൾ റൈബോസോമിൽ tRNA അമിനോ ആസിഡും കൊണ്ട് വരും. അവിടെ വെച്ചാണ് അമിനോ ആസിഡുകൾ ലിങ്ക് ചെയ്ത് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കാം. ഫില്ല് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, ഇതെന്തായിരുന്നു? mRNA. ഇതാണ് mRNA. mRNA-ൻ്റെ ഫങ്ഷൻ എന്താണ്? ഇത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, അതായത് ഒരു ഇഴ ഉള്ളതാണ്. പിന്നെ mRNA ആണ്. ഒരു ഫങ്ഷൻ എന്താണ്? DNA-യിൽ നിന്നും ജനിതക വിവരങ്ങൾ കോശദ്രവ്യത്തിലെ റൈബോസോമിൽ എത്തിക്കുന്നു. ജനിതക വിവരങ്ങൾ റൈബോസോമിൽ എത്തിക്കുന്നതാണ് ഇവരുടെ ഫങ്ഷൻ. ഇതെന്താണ്? tRNA, ട്രാൻസ്ഫർ RNA. എന്തിനാണ് ട്രാൻസ്ഫർ RNA? ഇതൊരു ക്ലോവർ ലീഫിൻ്റെ ഷേപ്പാണ്. നമ്മൾ ഷേപ്പൊന്നും പഠിക്കണമെന്നില്ല. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി rRNA, റൈബോസോമൽ RNA ഉണ്ട്. റൈബോസോമുകളുടെ പ്രധാന ഘടകമാണ്. അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരിക്കാൻ. അങ്ങനെയാണ് അവരെന്തായി മാറുന്നത്? പ്രോട്ടീൻ ആയി മാറുന്നത്. സോ mRNA ന്യൂക്ലിയസിൽ നിന്ന് റൈബോസോമിലേക്ക് വന്ന് tRNA-നോട് പറയുന്നു അമിനോ ആസിഡിനെ കൊണ്ടുവാ. അമിനോ ആസിഡ് റൈബോസോമിലെത്തി rRNA-യുടെ സഹായത്താൽ പ്രോട്ടീനായി മാറുന്നു. അതാണ് നമ്മൾ ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്നുള്ള 2 പ്രോസസ്സുകളായിട്ട് പഠിച്ചത്. അപ്പം അത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.